ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചൺ ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് നേരാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതിലുള്ള മുഴുവൻ സാധനങ്ങളും പുറത്തെടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജ് ഒന്ന് ഫ്രീ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുള്ളിലെ സ്റ്റാൻഡുകളൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തും വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ സ്റ്റാൻഡിൽ ഓരോ പാടുകൾ പോലെയൊക്കെ വരാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതാ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജ് തുറക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തുണി വെച്ചിട്ട് നനച്ചിട്ട് ഫ്രിഡ്ജൊക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കുമല്ലോ, ആ ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിൽ പച്ചക്കറികളൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രിഡ്ജിലെ ഓരോ പാർട്സും അതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ സാധനങ്ങളും അതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തതായിട്ട് ഉള്ളികളൊക്കെ ഇട്ട് വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതൊന്ന് നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ 2 സ്റ്റാൻഡാണുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ പേപ്പർ വിരിച്ചിട്ടാണ് കേട്ടോ ഉള്ളികളൊക്കെ ഇട്ട് വെക്കാറുള്ളത് ഇവിടെ. പിന്നെ അത് വെച്ചിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഉള്ളിയിൽ പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ താഴോട്ട് വീഴാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പേപ്പറൊക്കെ എടുത്ത് മാറ്റി വെക്കാറുണ്ട് കേട്ടോ, ഇങ്ങനെ മാറ്റി കൊടുക്കാറുണ്ട്. പിന്നെ കൗണ്ടർ ടോപ്പിൻ്റെ താഴെയായിട്ടാണ് അത് വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് അടിച്ചു വാരി തുടക്കുന്നുണ്ട് അവിടെ. പിന്നെ ആ കാണുന്ന ബോക്സിലൊക്കെ പാത്രങ്ങളുണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ മുന്നേ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൗണ്ടർ ടോപ്പിൻ്റെ താഴെയായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വൃത്തിയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളത് തന്നെയാണ്, ഞങ്ങൾ ഒന്നരാടം അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ സാധനങ്ങളൊക്കെ ഒന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഈ ഒരു കർട്ടൻ കൗണ്ടർ ടോപ്പിൻ്റെ താഴെയായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കർട്ടനാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ റാക്കിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രങ്ങൾ അവിടെ വെക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ പൊടികളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വരിയിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, ആ സ്റ്റാൻഡത്തെ കംപ്ലീറ്റ് പാത്രങ്ങളും എടുത്തിട്ട് വാഷ് ചെയ്യണം കേട്ടോ. അത് ഞാൻ സിങ്കിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കഴുകി എടുക്കുന്നത്. പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സ്റ്റാൻഡ് ഉണ്ടല്ലോ അതൊന്ന് എടുത്തിട്ട് ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുകിയിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് വെക്കുന്ന സ്ഥലത്തൊന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. തുടച്ചിട്ട് ആ സ്റ്റാൻഡ് പിന്നെ ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകൽ കഴിഞ്ഞിട്ട് നേരെ അത് തന്നെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഷോക്കേസിലെ കണ്ടെയ്നേഴ്സൊക്കെ വെക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ ബോക്സുകളും എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓരോന്ന് വെക്കുമ്പോഴും ഞാൻ അവിടെ തുടച്ചിട്ടാണ് വെക്കുന്നത്. പിന്നെ അടുത്തത് മുകളിൽ നമ്മൾ ഗ്ലാസ്സുകൾ വെക്കുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ആ ഗ്ലാസ്സുകളൊക്കെ ഒന്ന് എടുത്തിട്ട് അവിടെ നിന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഗ്ലാസ്സുകൾ ഓരോന്ന് എടുത്തിട്ട് തുടച്ചിട്ടാണ് ഞാൻ അവിടെ അടുക്കി പെറുക്കി ഒതുക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അത് വെച്ച് പോലെ തന്നെയാണ് നമ്മൾ ഓരോ ഗ്ലാസ്സുകളും അവിടെ തിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അടിച്ചു വാരി തുടക്കലും കൂടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കിച്ചൺ ചെറുതാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ക്ലീനിങ്ങിൻ്റെ ടൈമിൽ വലുത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളി. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.